വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാ പെരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ ഒരു മാങ്ങാക്കാലം കഴിയുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവമാണിത് കേട്ടോ, ഈ ഒരു മാങ്ങാ പെരട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ള കുറച്ച് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ ചനച്ച മാങ്ങ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അത്യാവശ്യം പഴുക്കാനായ ഒരു പരുവമാണ്, എന്നാൽ ഒട്ട് പഴുത്തിട്ടുമില്ല. ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് കേട്ടോ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങയെല്ലാം ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ആ തൊലികൾ മുഴുവനായിട്ടും നീക്കം ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് ആ കറുത്ത ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ മാങ്ങയുടെ പുറത്തുള്ള, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ തോല് മുഴുവനായിട്ടും ചെത്തിക്കളയുകയും വേണ്ട. അപ്പോൾ ഇതുപോലെ മാങ്ങയെല്ലാം പൂളിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആ മാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം. ഇരുന്നതിന് ശേഷം ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. വെള്ളം അങ്ങ് മാറ്റിയിട്ട് മാങ്ങ മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ അത്യാവശ്യം വെള്ളമൊക്കെ അങ്ങ് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ദിവസം ഫുള്ള് നല്ല വെയിലിൽ വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ജീരകമാണ് കേട്ടോ, പെരുംജീരകം. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവയായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ആ ജീരകമൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആദ്യം തന്നെ ഉലുവ അങ്ങ് ചേർത്ത് കൊടുക്കണം. കാരണം ഉലുവ ഒന്ന് മൂത്ത് വരണം. എൻ്റെ കയ്യിലിപ്പം പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഈ ലാസ്റ്റ് സമയത്ത് ഉലുവ പൊടി ഇട്ടത്. നമ്മളതെല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അതേ ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉണക്കിയെടുത്ത മാങ്ങയാണ് ഈ സൈഡിലിരിക്കുന്നത്. ഞാൻ ഉണക്കിയതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി. മാങ്ങ ഉണക്കുമ്പോൾ ഒരു ദിവസത്തെ അത്രയും വെയിലുണ്ടോ അത്രയും വെയിൽ മാത്രം കൊണ്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ ഉണങ്ങിയില്ല എന്ന് വിചാരിച്ച് രണ്ടാമത്തെ ദിവസം ഒന്നും കൊണ്ട് വെയിലത്തിടണ്ട. ആ ഒരു ദിവസത്തെ വെയിൽ മാത്രം കൊണ്ട് ആ മാങ്ങ ഒന്ന് വാടി വന്നാൽ മതി. അതിനകത്തിലെ ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അത്രയും മാത്രം മതി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ ആദ്യം വറുത്തെടുത്തായിരുന്നല്ലോ ജീരകവും കുരുമുളകും എല്ലാം കൂടി, അതിൻ്റെ പൊടിയാണ് ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ മാങ്ങയ്ക്ക് ആവശ്യമുള്ള മുളക് പൊടി എത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കാശ്മീരി മുളക് പൊടിയാണ്, എരി കുറവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, എരിവ് കൂടണ്ടല്ലോ. അപ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മുളക് പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്തതിന് ശേഷം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു കൂട്ട് നമ്മൾ മാങ്ങയിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ അതിലേക്ക് ഇടുവല്ല, മാങ്ങ മറ്റൊരു ബൗളിലാക്കി അതിലേക്കാണ് നമ്മുടെ ആ ഒരു മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഞാൻ ആ മസാല ഇതിലേക്ക് ഒഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ ഓൺ ആയെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ വീഡിയോ ഓൺ ആയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ മാങ്ങയിലേക്ക് ചെറിയ ചൂടോട് കൂടി ആ മസാലയും എണ്ണയും എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു ടിന്നിലിട്ട് വെച്ചാൽ വളരെ കാലം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും.